2026 പുതുവർഷത്തെ വാർഷിക ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 16/12/2025 മുതൽ 14/1/2027 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തെ ഫലങ്ങൾ. അതായത് 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ഇനി മേടക്കൂറിൽ 12 മാസങ്ങളെയും വിഭജിച്ചാണ് ഞാൻ പറയുന്നത്. ഓരോ മാസത്തെയും ഫലങ്ങളാണ്. അതിലാദ്യം ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ധനുമാസത്തിൽ ഉള്ള ഇത് മേടക്കൂറുകാർക്ക് ധനുമാസത്തിലുള്ളത്, അത് ഏറെ നാളായി ആഗ്രഹിക്കുന്ന വീട്ടുപകരണങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകാം. വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ സമ്മാനമായിട്ട് പലതും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പിന്നെ ശനി, 7.5 ശനിയുടെ കാലമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരാം. അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ പണം എല്ലാം ശ്രദ്ധിച്ച് ചെലവാക്കുക. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും ഒത്തിരി മോശമായ സമയമാണ്. ആയതിനാൽ തരം താഴ്ത്തൽ നടപടികൾ ഉണ്ടാകാം. അതുകൊണ്ട് ഔദ്യോഗിക ജീവിതം കൃത്യമായി നിർവഹിക്കുക. അടുത്തത് മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധനസമ്പാദന നേടാവുന്നൊരു മാസമാണ്. ആയതിനാൽ ധനം ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. ആർക്കും കടം കൊടുക്കരുത്. തിരികെ ലഭിക്കുന്ന ഒരു സാധ്യത കാണുന്നില്ല. പണം തിരികെ ചോദിച്ചാൽ കേസും വഴക്കും ഒക്കെ ആകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മംഗല്യഭാഗ്യവും കാണുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാം. ഇനി അടുത്ത് പറയുന്നത് കുംഭമാസത്തെ ഫലങ്ങളാണ്. അതായത് മിക്കവാറും ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത്. മറ്റുള്ളവരോട് വളരെ മൃദുവായി സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ജീവിതശൈലി നേടിയെടുക്കുന്നത് വളരെ ഉയർച്ച ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ജീവിതത്തിൽ വളരെ വിജയങ്ങൾ ലഭിക്കാം. ഭാര്യാസുഖവും പുത്രസുഖവും ഒക്കെ ലഭിക്കുന്നു. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹം നടക്കാം. മിക്കവാറും എല്ലാം നടന്നു കിട്ടേണ്ട ഒരു സമയമാണ്. അതായത് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനുള്ളൊരു നല്ല സമയമാണ്. അതുപോലെ തന്നെ മാനഹാനി വരാതെ ശ്രദ്ധിക്കുക. സ്ഥാനമാനങ്ങൾ അശ്രദ്ധ മൂലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അടുത്തത് മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സർക്കാർ ജോലിയോ കോൺട്രാക്റ്റ് ജോലിയോ മരാമത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്കുള്ള കോൺട്രാക്റ്റോ എല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനലാഭം, മനസ്സന്തോഷം എന്നിവ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അധികാരമുള്ള ജോലികൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ അധികാരങ്ങൾ നഷ്ടപ്പെടേണ്ട സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടാം. വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഘട്ടങ്ങളിലും വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. അടുത്ത മേടമാസത്തെ ഫലങ്ങളാണ്. അധികാരം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും ജോലിക്കുള്ള ഉത്തരവുകൾ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാം. മരാമത്ത് പണി കോൺട്രാക്റ്റായിട്ട് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. ഒരുവിധം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാം. അത് പാഴ്ചെലവുകൾ ഉണ്ടാകാം. പിത്തരസങ്ങളുടെ കുറവ് മൂലമുള്ള രോഗങ്ങൾ ഉണ്ടാവാം. നേത്രരോഗവും രക്തത്തിൽ അണുബാധ വരുന്നതിനും ഈ മേടമാസത്തിൽ സാധ്യതയുണ്ട്. അടുത്ത ഇടവമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാകാം. ഐശ്വര്യങ്ങൾ ലഭിക്കാം. അധികാര സ്ഥാനങ്ങൾ ലഭിക്കാം. സ്ഥാനമാനങ്ങൾക്ക് ഉന്നതി ലഭിക്കാം. പ്രമോഷൻ ലഭിക്കാം. ശത്രുനാശം ഉണ്ടാവാം. ശത്രുക്കളുടെ ശല്യം കുറയാം. ബഹുമതിയും മറ്റും എല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അന്യരിൽ നിന്നും ചതി ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ചു വേണം കരാറുകൾ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുക. അടുത്തത് മിഥുനമാസത്തെ ഫലങ്ങളാണ്. അത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കുന്നതിനുള്ള അനുകൂല സമയമാണ്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പല നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കും. അതെല്ലാം നടന്നു കിട്ടാം. ചിലത് എന്തെങ്കിലും അശ്രദ്ധ മൂലം നടക്കാണ്ട് പോകുന്നതിന് സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ പ്രശ്നമുണ്ടാക്കാം. അതുപോലെ ചതി, വഞ്ചന എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കർക്കിടക മാസത്തെ ഫലങ്ങളാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അംഗീകാരം, അതായത് ബഹുമതികളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ഗുണകരമായി ലഭിക്കുന്നു. അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം.
പല രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാം. മേലധികാരികളിൽ നിന്നുള്ള ഭയപ്പെടുത്തുന്ന നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതിനും പരിഹാരമുണ്ടാകാം. മാനസിക പിരിമുറുക്കം കുറയുന്നു. എല്ലാ തരത്തിലും തിന്മകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് ചിങ്ങമാസത്തെ ഫലങ്ങളാണ്. പ്രത്യേകിച്ച് ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് കാഠിന്യം കുറയുന്നതായിട്ടും കാണുന്നു. ചിങ്ങഫലം വളരെ ഗുണമുള്ളതായിട്ട് കാണുന്നു, ചിങ്ങമാസത്തെ ഫലം. അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ്. പല കാര്യങ്ങളിലും ജയം ലഭിക്കുന്നു, സൗഭാഗ്യം ലഭിക്കുന്നു. അപ്പോൾ അതുപോലെ പ്രമോഷൻ, സ്ഥാനത്തിന് ഉന്നതി ലഭിക്കുന്നു. അകാരണമായ ഭയങ്ങൾ വിട്ടൊഴിയുന്നു. തടസ്സങ്ങൾ കുറച്ചെങ്കിലും മാറിക്കിട്ടുന്നു. ഉറ്റ ബന്ധുക്കൾക്കുള്ള പ്രയാസങ്ങൾ കുറേയൊക്കെ മാറുന്നു. ബന്ധുക്കൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളും മാറുന്നു. പുരുഷന് അന്യ സ്ത്രീകൾ നിമിത്തവും സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിമിത്തവും ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ ശല്യം ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത തുലാമാസത്തെ ഫലങ്ങളാണ്. ഉദരരോഗത്താൽ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നു. ജയിൽവാസം വരേണ്ടത് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ബന്ധുക്കളുടെ മരണ ദുഃഖത്തിൽ നിന്ന്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നു. ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം മൂലം പല ആപത്തുകളും വരുത്തി വയ്ക്കേണ്ട സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. ജ്വരം വരാനുള്ള സാധ്യതയുണ്ട്. അലച്ചിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുക. മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ വരാം. അടുത്തത് വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ്. ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവർക്ക്, അതായത് മറ്റുള്ള ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നിയമന ഉത്തരവ് പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മാസം ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വൃശ്ചിക മാസത്തിൽ ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതുപോലെ നാൽക്കാലികൾ വളർത്തി അതിൽ നിന്നുള്ള ഉപജീവനം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കാം. അതായത് ക്ഷീര കർഷകർക്കും ഗുണം ലഭിക്കാം. ധനലാഭം വളരെയധികം പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും ഉള്ള ഭയങ്ങൾ കുറയാം. ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം ടാക്സോ അതുപോലെ സെയിൽ ടാക്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സർക്കാരിൽ നിന്നുള്ള നോട്ടീസുകൾ വരണതിനൊക്കെ ഭയം കുറയാം. ദേഷ്യം ഇവ കുറച്ച് കുറഞ്ഞു കിട്ടും. അത് ടെൻഷൻ മാറിക്കിട്ടും. വീട് കെട്ടാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില രോഗാരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ധനുമാസത്തെ ഫലങ്ങളാണ്. ബന്ധുക്കളുടെ സമാഗമനം, സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. കാര്യങ്ങളെല്ലാം നല്ലപോലെ നടന്നു കിട്ടും. സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ധനലാഭം ഉണ്ടാകാം. മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കാം. വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനോ ഉള്ള സാധ്യത കാണുന്നു. അതിനുള്ള നല്ല സമയമാണ്. മാനഹാനി പലവിധത്തിലും വരേണ്ട സാധ്യതയുണ്ട്. അതിനാൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നീങ്ങുക. ഇവിടെ പ്രവചിച്ചത് സാമാന്യമായ ഫലങ്ങളാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. പൊതുവെ മേടക്കൂറുകാർക്ക് വളരെ ദോഷങ്ങളൊന്നുമില്ല, ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ശ്രദ്ധിച്ചാൽ മാത്രം ആപത്തുകളിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. വരുന്ന ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.